ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ടോപ്പ് 14 കമ്പനീസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവാറ്. നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിലാണ് ഇതിനകത്ത് കമ്പയറും ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം എപ്പോഴും 14,000 ജീപ്പായിരിക്കും ഉണ്ടാവാറുള്ളത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ മാസം 276 വാഹനങ്ങളുടെ സെയിലാണ് ജീപ്പിന് ലഭിച്ചത്. 2025 ഏപ്രിലിന് കണക്ക്, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം എടുക്കുകയാണെങ്കിൽ 278 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. സോ ജസ്റ്റ് 2 വണ്ടികൾ വ്യത്യാസമുള്ളൂ. 0.72% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് റേറ്റ് ഇതിനായിരിക്കുന്നു. പക്ഷെ അല്ല, ഇത് സെക്കൻഡ് ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. പക്ഷേ ഇതിലും ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കുറവുള്ള വേറെ വണ്ടികളുണ്ട്. ഇൻഫാക്ട് ഇഷ്ടംപോലെ കമ്പനികൾക്കും ഡീഗ്രോത്ത് റേറ്റ് തന്നെയാണ് ഗ്രോത്തിലും കൂടുതൽ വന്നിരിക്കുന്നത്. ആകെ 4 കമ്പനികൾക്ക് ഗ്രോത്ത് ഉള്ളൂ. നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. നമ്മുടെ 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സിട്രോൻ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 333 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. പക്ഷേ അതേസമയം ഏപ്രിൽ മാസത്തിൽ 339 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 6 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. അഗൈൻ 1.77% ഡീഗ്രോത്ത് റേറ്റ്. ഇത് ഞാൻ പറഞ്ഞു, മിക്ക കമ്പനികളും ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മിക്കതിനകത്ത് ചെറിയ രീതിയിലുള്ള ഡീഗ്രോത്ത്, അതായത് 1%, 2%, 3% ആ ഒരു റേഞ്ചിലാണ് മിക്കവാറും ഒക്കെ ഈ കഴിഞ്ഞ മാസത്തെ കണക്ക് കിടക്കുന്നത്. പിന്നെ ജീപ്പിൻ്റെ സിട്രോൻ്റെ കേസ് നമുക്ക് ഓൾറെഡി അറിയാം. മിക്ക മാസങ്ങളിലും ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് പെർഫോം ചെയ്യാറുള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇനി അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന നിസാനാണ്. നിസാൻ കഴിഞ്ഞ മാസം ആക്ച്വലി കുറച്ചധികം അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 1354 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തൊരു 99.99% വണ്ടികൾ മാഗ്നേറ്റ് തന്നെയായിരിക്കും. ബാക്കി എക്സ്ട്രയിൽ അവർ വിറ്റു 1-2 എണ്ണമൊക്കെയാണ് ഒരു മാസം വിൽക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 1825 വാഹനങ്ങളുടെ സെയിലും ഇവർക്ക് കിട്ടിയതായിരുന്നു. സോ 471 വാഹനങ്ങളുടെ വ്യത്യാസവും 25.81% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഇതാണ്. ആൻഡ് അത് ഈ ലോ വോളിയം സെയിൽസിനകത്ത് പെട്ടെന്ന് ഇത്രയും വ്യത്യാസം വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളത്. ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ റെനോ നിൽപ്പുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. 2502 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം റെനോയ്ക്ക് കിട്ടിയത്. ഏപ്രിൽ മാസത്തിൽ 2602 വാഹനങ്ങളുടെ സെയിലായിരുന്നു. സോ കറക്റ്റ് 100 വണ്ടികളുടെ വ്യത്യാസമാണ്. 3.84% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നിസാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വണ്ടികളുണ്ട്. ഡ്രൈവർ ഉണ്ട്, കൈഗർ ഉണ്ട്, പിന്നെ ക്വിഡ് ഉണ്ട്, അങ്ങനെ അത്യാവശ്യം വണ്ടികളുണ്ട്. പക്ഷേ നിസാൻ ആകെ ഒറ്റ വണ്ടിയുള്ളൂ, എന്നിട്ടും അത്രയും സെയിലുണ്ട്. പക്ഷേ റെനോയ്ക്ക് ഇനിയിപ്പം അടുത്ത മാസം, അടുത്ത വർഷം ഇവരുടെ പുതിയ ജനറേഷൻ ഡസ്റ്റ്, അതുപോലെ അതിനൊരു നിസാൻ കൗണ്ടർ പാർട്ടി, ഈ 2 വണ്ടികളും വന്നാൽ ഈ 2 കമ്പനികൾക്കും ആക്ച്വലി ഇനിയിപ്പോൾ ഇന്ത്യയിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ള വണ്ടികൾ വെച്ച് പിടിച്ചേക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയെ കുറച്ച് സർപ്രൈസിങ് ആയിരിക്കും. സെയിലിൻ്റെ കാര്യത്തിലല്ല, 2848 വാഹനങ്ങളുടെ സെയിൽ തന്നെയാണ് അവർക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം. ഏപ്രിൽ മാസത്തിൽ 2751 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. സോ ജസ്റ്റ് 3 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. പറഞ്ഞു വരുമ്പം ജീപ്പിന് 2 വണ്ടികളുടെ വ്യത്യാസം, ഇവർക്ക് 3 വണ്ടികളുടെ വ്യത്യാസമാണ്. പക്ഷേ ഇവർക്ക് സെയിൽ കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ട് ജസ്റ്റ് 0.11% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. സംശയമൊന്നും വേണ്ട, ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഇവർക്കാണ്. ആൻഡ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മന്ത്ലി സെയിലാണ് വന്നിരിക്കുന്നത് എന്നും പറയാം. പക്ഷേ സ്റ്റിൽ ഫോക്സ്വാഗൻ കൈലാക്ക് ബേസ് ചെയ്തിട്ടുള്ളൊരു വണ്ടി ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും കുറച്ചും കൂടി സെയിൽ കിട്ടാവുന്നേ ഉള്ളൂ. സ്കോഡ അതുകൊണ്ട് തന്നെ സാധാരണ ഫോക്സ്വാഗൻ്റെ തൊട്ട് മുകളിലോ താഴത്തോ ഒക്കെ ആയിട്ട് സ്കോഡ ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സ്കോഡ 2-3 വണ്ടികളുടെ, അതായത് കമ്പനികളുടെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി അടുത്തത് ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ 3950 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഇവർക്ക് അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്. ഏപ്രിൽ മാസത്തിൽ 3360 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ 590 വാഹനങ്ങളുടെ വ്യത്യാസവും 17.56% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നവർക്കല്ല, പക്ഷെ എന്നാലും പെർസെൻറ്റേജ് കണക്ക് വെച്ച് നോക്കുമ്പം ഏകദേശം സിമിലർ ആണ്. രണ്ടാമതാണ് ഹോണ്ട നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനികളുടെ കേസിൽ. ബട്ട് സ്റ്റിൽ ഹോണ്ടയ്ക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാവുന്നതായിരുന്നു. ഇവർക്കിപ്പോൾ എലവേറ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്തായാലും അധികം ആൾക്കാർ ഇപ്പോഴും വാങ്ങുന്നില്ല. ഇനി അടുത്ത് നമ്മുടെ MG ആണ്. MG കുറച്ച് പ്രീമിയം വാഹനങ്ങളായ M9 അതുപോലെ സൈബർ സ്ട്രോക്കെ തന്നെ ഇന്ത്യയിൽ അധികം വേഗത തന്നെ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ അത് നീഷ് പ്രൊഡക്ട്സ് ആയിരിക്കും. പക്ഷെ എന്തായാലും അവരുടെ വിൻസർ EV-ഒക്കെ ഇപ്പോൾ നന്നായിട്ട് വിൽക്കുന്ന സ്ഥിതിക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ 6304 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് ലഭിച്ചത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ MG ഇപ്പോൾ കയറി പോകുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ 5829 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 475 വാഹനങ്ങളുടെ വ്യത്യാസവും 8.15% ഗ്രോത്ത് റേറ്റും ഇവർക്ക് വന്നിട്ടുണ്ട്. അതായത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിസ്റ്റിൽ 3-ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം MG ആണ്. ഇവരുടെ വിൻസറിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സെയിലും ഉള്ളത്.
ഇനിയാണ് നമ്മുടെ സ്ക്വാഡ വരുന്നത്. ഫോക്സ്വാഗൻ എത്ര ബാക്കിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതുള്ളൂ. കഴിഞ്ഞ മാസം 6740 വാഹനങ്ങൾ സെയിലാണ് സ്ക്വാഡയ്ക്ക് ലഭിച്ചത്. ഏപ്രിൽ അതിലും കൂടുതലായിരുന്നു. 7302 വാഹനങ്ങൾ സെയിൽ കിട്ടിയതാണ്. 562 വാഹനങ്ങളുടെ വ്യത്യാസവും 7.7% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്ക്വാഡ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. മെയിനായിട്ട് അവരുടെ കൈലാക്ക് പോലുള്ള വാഹനങ്ങളൊക്കെ വെച്ച് അതൊരു മാസ് മാർക്കറ്റ് വാഹനമായാലും മിക്ക മാസങ്ങളിലും 4000 to 5000 മുകളിൽ സെയിൽസ് കിട്ടുന്നുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 5500 വരെയൊക്കെ സെയിൽ പോയതായിരുന്നു. സോ അത് സ്ക്വാഡയെ സംബന്ധിച്ചിടത്തോളം സെയിൽസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നന്നായിട്ടാണ് ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത 6th പൊസിഷൻ നമ്മുടെ കിയ ആണ്. കിയയ്ക്ക് കഴിഞ്ഞ മാസം 22,315 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഏപ്രിൽ മാസത്തിൽ 23,623 വാഹനങ്ങൾ സെയിലായിരുന്നു. 1,308 വാഹനങ്ങളുടെ വ്യത്യാസവും 5.54% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറയത്തക്ക വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് 20,000 to 24,000 ഇടയിലൊക്കെ ആയിട്ടാണ് ഇവർക്ക് മിക്ക മാസങ്ങളിൽ സെയിൽ വരാറുള്ളത്. എഗെയിൻ സിമിലർ ആയിട്ടുള്ള സെയിൽ തന്നെയാണ്. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 29,280 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. അത്യാവശ്യം നന്നായിട്ട് ബൂസ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഏപ്രിൽ മാസത്തിൽ 24,833 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 4,447 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ആൻഡ് 17.91% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൊയോട്ടയും ഹോണ്ടയും വലിയ വ്യത്യാസമില്ല. ഹോണ്ട 17.56 ആയിരുന്നു, ടൊയോട്ട 17.91 ആണ്. പക്ഷെ എന്തായാലും സെയിൽസ് ഓൾമോസ്റ്റ് 30,000 അടുത്തുണ്ട്. അത് നല്ലതാണ്. ഇനി നമ്മുടെ ടോപ്പ് 4ലേക്ക് കയറാണ്. സാധാരണഗതിയിൽ പണ്ട് ഒരു വർഷം മുന്നത്തെ കണക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ 4th പൊസിഷനിൽ മഹീന്ദ്രയ്ക്കായിരുന്നു ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇപ്പം എന്തായാലും അവിടെ ടാറ്റയാണ്. കഴിഞ്ഞ മാസം 41,557 വാഹനങ്ങളുടെ സെയിലാണ് ടാറ്റയ്ക്ക് ലഭിച്ചത്. ഏപ്രിൽ മാസത്തിൽ 45,199 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 3,642 വാഹനങ്ങളുടെ വ്യത്യാസവും 8.06% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഒരു കാലത്ത് 50,000 മുകളിലൊക്കെ സെയിൽ കിട്ടാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മെയിനായിട്ട്. എന്തായാലും ഇപ്പം അത് കുറച്ച് താഴത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ടാറ്റയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു പ്രൈം കാലത്ത് നിന്ന് ഇപ്പോൾ ഇത്തിരി താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം ഇനി ഫ്യൂച്ചറിൽ കയറി പോകുന്നുള്ളത്. ഇനി നിങ്ങൾ 3rd പൊസിഷനിൽ പ്രതീക്ഷിക്കുന്ന മഹീന്ദ്ര ആണെങ്കിൽ അല്ല, അവിടെ ഹ്യുണ്ടായി ആണുള്ളത്. സാധാരണ ഹ്യുണ്ടായി എപ്പോഴും 2nd പൊസിഷനിലായിരുന്നു. ഇപ്രാവശ്യം 3rd പൊസിഷനിലായിട്ടുണ്ട്. ആൻഡ് ഇവരുടെ സെയിലും കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം 43,861 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഏപ്രിൽ ആണെങ്കിലും 44,374 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ. സാധാരണ ഹ്യുണ്ടായിക്കും ഒരു 45,000 to 52,000 സെയിൽ കിട്ടാറുള്ളതാണ്. 513 വാഹനങ്ങളുടെ വ്യത്യാസവും 1.16% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുള്ളൂ. പക്ഷേ അത് മന്ത്ലി ബേസിസിലാണ്. നമുക്കറിയാം ഹ്യുണ്ടായി അത്യാവശ്യം നന്നായിട്ട് സെയിൽ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇനി 2nd പൊസിഷനിലാണ് ദി മൈറ്റി മഹീന്ദ്ര. എല്ലാവരും ഓവർടേക്ക് നേരെ കയറി വന്നിട്ടുണ്ട്. 52,431 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. 52,330 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഏപ്രിൽ വന്നത്. അതായത് ജസ്റ്റ് 101 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. ആൻഡ് അത് കൂടിയിട്ടാണുള്ളത്. 0.19% ഗ്രോത്ത് റേറ്റ് ആണ്. ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഇവർക്കാണെങ്കിലും സെയിൽസ് 52,000 വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി കമ്പനികളെല്ലാം താഴത്തോട്ട് പോയ സ്ഥിതിക്ക് നോക്കുന്ന സമയത്ത് വളരെ നല്ല സെയിൽ തന്നെയാണ്. ആൻഡ് മഹീന്ദ്രയ്ക്ക് ഇനിയും ഇഷ്ടംപോലെ പ്രോഡക്ട്സ് വരാനുണ്ട്. സോ സെയിൽ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വരും കാലങ്ങളിൽ 1 lakh മാർക്കൊക്കെ ചിലപ്പോൾ മഹീന്ദ്ര എത്തിയേക്കാം. മേ ബി ഒരു അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ അടുത്തൊരു 10 വർഷത്തിനുള്ളിലൊക്കെ. ഏതായാലും നമ്പർ 1 നമുക്ക് എല്ലാവർക്കും അറിയാം മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,35,962 വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് ലഭിച്ചത്. 1,38,704 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഏപ്രിൽ വന്നത്. 2,742 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ 1.98% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. എഗെയിൻ നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ആൻഡ് ഇവരെ പറ്റിയപ്പോൾ നമുക്ക് പിന്നൊന്നും പറയാനില്ലല്ലോ, കുറേ കാലത്ത് തന്നെയാണല്ലോ കാണുന്നത്. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റ കമ്പനികളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചില ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സൊക്കെ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്തേക്കുക. നമ്മളിപ്പോൾ 1 lakh അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്നൊക്കെ ആയിരുന്നെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.